വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള മട്ടൻ കറിയാണ്, മട്ടൻ ജഹാംഗീരി. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഈ കറിക്ക്. മട്ടൻ ജഹാംഗീരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 400 ഗ്രാം മട്ടനാണ് ഞാനിവിടെ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള സ്പൈസസ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും പാകത്തിന് ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 7 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഒരു സവാള ഇതുപോലെ വലിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലകളെല്ലാം കൂടെ മട്ടനിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചതിന് ശേഷം സ്റ്റൗവിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 5 വിസിലടിക്കുന്നത് വരെ നമുക്ക് മട്ടൻ വേവിക്കാനായിട്ട് വെക്കാം. അതിനുശേഷം കുക്കർ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മട്ടൻ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിയിൽ നിന്ന് മട്ടൻ പീസൊക്കെ എടുത്തൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ഈ ഗ്രേവി നമുക്ക് ഇത്ര തിക്കായിട്ട് തന്നെ കിട്ടണം. ഇത്ര തിക്കായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മട്ടൻ പീസ് മാറ്റിയതിന് ശേഷം ഒരു 2 വിസിലും കൂടെ അടിച്ചെടുത്താൽ മതി. ഇനി വേവിച്ച മട്ടനെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക് 8 എണ്ണം, 3 പീസ് പട്ട, 3 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർത്തതിന് ശേഷം അത് നന്നായി വഴറ്റി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മട്ടൻ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 തക്കാളി ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഇതിൻ്റെ പൾപ്പ് കളഞ്ഞതിന് ശേഷം വേണം ചോപ്പ് ചെയ്തെടുക്കാൻ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. മസാലയും മട്ടനും ഒക്കെ കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്.
അങ്ങനെ നല്ല സ്പൈസി ആയിട്ടുള്ള മട്ടൻ ജഹാംഗീരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. മട്ടൻ ജഹാംഗീരി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇതുപോലെ കുറുകി കിട്ടണം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് കസൂരി മെത്തി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ചൂടോടുകൂടെ സെർവ് ചെയ്യാം. റുമാലി റൊട്ടി, ബട്ടർ നാനിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. കുറച്ച് സ്പൈസി ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കറി ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.